ഗായ്സ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. എന്താ പറയാൻ പോണതെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. എൻ്റെ മെഷീന് പെട്ടെന്ന് കേട് വന്നു. അടിക്കണ മെഷീൻ. പെരുന്നാളൊക്കെ അല്ലേ, നിറയെ അടിക്കാനും ഉണ്ട്. അപ്പോൾ ശരി, നേരാക്കാൻ പോവാമെന്ന് തീരുമാനിച്ചു. എൻ്റെ ഭർത്താവ് ഓട്ടോന്ന് പണി. ശരി, ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ കയറിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ആവുള്ളൂ, നമുക്കിത് നേരാക്കിയിട്ട് വരാം പറഞ്ഞിട്ട് പോണ വഴിയിൽ വെറും ബ്ലോക്ക്. ശരി പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് നേരാക്കാൻ പോയാൽ അയാൾ പറഞ്ഞു 1 മണിക്കൂറാവും അവിടെ നിൽക്കി. ശരി നിന്നാ ഞാൻ പറഞ്ഞിരിക്കണത് 10 മിനിറ്റ്. 10 മിനിറ്റ് പോയി 20 മിനിറ്റായി, 20 മിനിറ്റ് പോയി അരമണിക്കൂറായി. മുഖം മാറാൻ തുടങ്ങി, എന്നെ നോക്കി മരക്കാനും തുടങ്ങി. ഞാൻ കടക്കാരനെ നോക്കുക, നേരാക്കിയില്ലേ. അപ്പോൾ ആ താത്ത ചെറിയൊരു ചെക്കനായിരുന്നു. എന്താ മോനെ നേരാക്കിയ? അപ്പോൾ ആ താത്ത അതപ്പോൾ കഴിയും 10 മിനിറ്റ്. 10 മിനിറ്റ് പറയുമ്പോൾ ഞാൻ മുഖം നോക്കുമ്പോൾ എന്നെ നോക്കി മരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പേടിച്ച് മുഖം നോക്കാണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അപ്പോൾ എന്താ താത്ത? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത്യാവശ്യമായിട്ട് പോവാണ്ട് ഡ്രൈവറിന്, അതുകൊണ്ടാണ്. അപ്പം ആ ഡ്രൈവറിനെ വിടി, നിങ്ങളവിടെ ഇരിക്കി, ടെൻഷനാകണ്ട, 10 മിനിറ്റും കൂടി ആവും. അത് എൻ്റെ ഡ്രൈവറാണ്, അങ്ങനെ വിടാൻ പറ്റൂല പറഞ്ഞു. ശരി പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് ഒരു 5 മിനിറ്റ്. അപ്പോൾ ഫോൺ അടിച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട് മൂപ്പരൻ്റെ. ഫോൺ എടുക്കുന്നുണ്ട്. ഇപ്പം വരാം 5 മിനിറ്റ് വരെയുണ്ട്. എന്നെ നോക്കി മരക്കണമുണ്ട്. ശരി ഒക്കെ പോട്ടെ പറഞ്ഞിട്ട് മെഷീൻ അങ്ങനെ തന്നു. പൈസ എത്രയായി ചോദിച്ചപ്പോൾ 200 പോണ തിരക്കിൽ പൈസ എടുക്കാണ്ട് പോയി. ഞാൻ പോയി തലയും മാന്തിയിട്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടോ? പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നത് ചോദിച്ചു. ഞാൻ ഒന്നും മുണ്ടിയില്ല. എന്നിട്ട് തരും ചെയ്തു. കൊടുത്തിട്ട് ഇരുന്ന് അവിടെ ഇടിക്കാനും ഇവിടെ ഇടിക്കാനും എങ്ങനെയൊക്കെ വണ്ടി ഓട്ടി ഇവിടെ എത്തി. പേടിച്ച് പറിച്ചിട്ടാണ് ഞാൻ വണ്ടിയിലിരുന്നത്. വീട്ടിലേക്ക് എത്തിയ ശേഷം പറഞ്ഞത്, അവൻ്റെ ഉമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്ര ധൃതിയും ദേഷ്യം മരക്കലൊക്കെ. അവൻ്റെ ഉമ്മ എന്നിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നൊരു മോൻ്റെ കൂടെ പോയി എന്നിട്ട് പറഞ്ഞു. ഇതിൽ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, അവൻ്റെ ഉമ്മക്ക് ഒരു മോനില്ലെങ്കിൽ ഇന്നൊരു മോനുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എനിക്ക് ഭർത്താവല്ലുള്ളൂ, അവൻ്റെ കടമല്ലേ നമ്മളെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെയൊക്കെ പോയി വന്നു. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ.